ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉച്ചത്തെ ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അമരയ്ക്ക മെഴുക്കുവരട്ടി, അല്ലാന്നുണ്ടെങ്കിൽ അമരപ്പയർ മെഴുക്കുവരട്ടി എന്നും പറയാം. ഈ ഒരു രീതിക്ക് നമുക്ക് ഏത് പച്ചക്കറി വെച്ചിട്ട് മെഴുക്കുവരട്ടി തയ്യാറാക്കാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 250 ഗ്രാം അളവിൽ അമരയ്ക്ക അല്ലെന്നുണ്ടെങ്കിൽ അമരപ്പയർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ അമരയ്ക്കയിൽ ചെറിയ നാരുണ്ടാകും. ആ നാരൊന്ന് കത്തി വെച്ചിട്ടൊന്ന് വകഞ്ഞ് മാറ്റി കൊടുക്കാം. എല്ലാത്തിലും ഉണ്ടാവില്ല, അതായത് ഇച്ചിരി ഒരു മുറ്റിയ അമരയ്ക്കയിൽ മാത്രമേ ആ ഒരു നാരുണ്ടാവുള്ളൂ. ഇളം അമരയ്ക്കയിലാണെന്നുണ്ടെങ്കിൽ ആ നാരുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലുണ്ടായിരുന്ന ആ ഒരു നാരൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തീരെ പൊടി സൈസായിട്ട്, അതായത് ചെറിയ സൈസിൽ നമ്മളൊന്ന് അരിയാൻ വേണ്ടി നിൽക്കണ്ട, കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ് ഈ അമരപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇതുപോലെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 5 ചെറിയ ഉള്ളി, അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള ചെറിയ ഉള്ളിയിൽ ഒരു 5 എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്. അരിഞ്ഞെടുക്കേണ്ട, ചതച്ച് തന്നെ ഒന്ന് എടുത്തേക്കണം. അത് നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ട് അതും ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ്, അതും കൂടി ചേർക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആ ചെറിയുള്ളിയുടെയും വെളുത്തുള്ളി അല്ലിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസിൽ വേണമെന്നുണ്ടെങ്കിലും മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി കഴിയും. ചെറിയുള്ളി എല്ലാം നല്ലതുപോലെ ഈ ഒരു രീതിക്ക് ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം വറ്റൽമുളക് പൊടിച്ച് ചേർക്കാനായിട്ട്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്, അപ്പോൾ അതും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മളിതാ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അമരയ്ക്ക പയറും കൂടി ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയം ഞാൻ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മുടെ ഈ അമരയ്ക്ക പയർ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചില പച്ചക്കറികളൊക്കെ കുറച്ച് അധികം വേവുള്ളതായിരിക്കും, അതിനൊക്കെ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഈ കടായിയുടെ സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ കടായിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും വെള്ളം നമ്മൾ ചേർക്കാതെ വേണം മാക്സിമം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. വെള്ളം ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റിന് ഒരല്പം വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു രീതിക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ ചില്ലി ഫ്ലാക്സ് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, ഒരുപാട് വേണ്ട, അത് ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ഇനി നമ്മുടെ ഈ അമരപ്പയറിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് നമുക്ക്. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെക്കാൻ വേണ്ടി മറക്കരുത്. അടച്ച് വെച്ചാൽ മാത്രമേ നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ, അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, ഞാനിതൊന്ന് അടച്ച് വെച്ച് ഒരു 6-7 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ആരും മറക്കരുത്, കാരണം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ലാത്തതിൻ്റെ പേരിൽ അടുക്കി പിടിക്കും. അതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം മാത്രമേ ആയിട്ടുള്ളൂ.
ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് സമയമായിട്ട് നമ്മളിത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. ഇതുപോലൊരു മെഴുക്ക് പുരട്ടിയും സൈഡിൽ ഒന്നുകിൽ ഒരു രസമോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല തൈരൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ടും ഇതുപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കി എടുത്തില്ലേ? ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.